കോഴിക്കോട് വളയത്ത് സ്കൂട്ടർ അപകടത്തിൽ ഒരു മരണം. കോഴിക്കോട് തിരുവുമ്മൽ സ്വദേശി രാഹുലാണ് അപകടത്തിൽ മരിച്ചത്. അപകടമുണ്ടായത് സ്കൂട്ടർ കുഴിയിൽ വീണതിനെ തുടർന്നാണ് എന്ന് സംശയമുണ്ട്. അഞ്ജന സുകുമാരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഞ്ജന, കുഴിയിൽ വീണാണോ അപകടം? എപ്പോഴാണ് ഇത് സംഭവിച്ചത്? രാത്രിയിൽ ഒരു 8:00-ഓടുകൂടിയാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. കോഴിക്കോട് വളയം ചുഴലി റോഡിൽ നിരവുമ്മലാണ് അപകടം ഉണ്ടായിരിക്കുന്നത്. 3 യുവാക്കൾ സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്നു. 3 പേർ ഒരു ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിക്കാൻ പാടില്ലാത്തതാണ്, പക്ഷെ 3 പേർ അത്തരത്തിൽ സഞ്ചരിച്ചു വരികയായിരുന്നു. അതിനിടയിൽ നിരവുമ്മലിലെ റോഡിൽ വെച്ച് ഈ വാഹനം കുഴിയിൽ ചാടിയതായാണ് നാട്ടുകാർ സംശയം പറയുന്നത്. കുഴിയിൽ ചാടിയ പാടെ ഈ വണ്ടി പറഞ്ഞ് അപകടം ഉണ്ടാവുകയായിരുന്നു. 3 പേരും തലയിടിച്ച് റോഡിലേക്ക് വീഴുകയായിരുന്നു. ഈ നാട്ടുകാർ യുവാക്കൾ റോഡിൽ കിടക്കുന്നത് കണ്ട് ഓടിയെത്തിയപ്പോഴാണ് ഇതിൽ ഒരാളുടെ പരിക്ക് ഗുരുതരമാണെന്ന് മനസ്സിലാക്കി ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. ഏതായാലും ഈ ഒരു അപകടത്തിൽ നിരുവുമ്മൽ സ്വദേശിയായ രാഹുൽ, 28 വയസ്സാണ്. അയാളാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. ഉടൻ തന്നെ നാദാപുരത്തുള്ള ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. നാട്ടുകാർ വരുമ്പോൾ ഈ വാഹനം കുഴിയിൽ ചാടിയതുപോലെ റോഡിൽ കിടക്കുകയായിരുന്നു അപകടമേറ്റ യുവാക്കൾ എന്നുള്ളതാണ് പറയുന്നത്. ഈ സമീപത്തെ ഈ റോഡിൽ പലയിടത്തായി ഇത്തരത്തിലുള്ള കുഴികളുണ്ട്. ഈ അപകടത്തിൽ മറ്റു 2 യുവാക്കൾ കൂടി പരിക്കേറ്റിട്ടുണ്ട്. അവരെ മുടങ്ങലിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്.